ഹായ്, പ്രിവയർ ആർക്കിടെക്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഒരു ആർക്കിടെക്ട് ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്ടിനെ അവർ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ആർക്കിടെക്ട്സിന്റെയും ഡിസൈൻസ് ഡിഫറെന്റ് ആണ്, സ്റ്റൈൽസ് ഡിഫറെന്റ് ആണ്. അവരൊക്കെ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സും ഒരു പരിധി വരെ ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ ഓരോ പ്രൊജക്ട്സിലും ഇപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന അവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള പല എലമെന്റ്സ് ഉണ്ടായിരിക്കാം. ഈ കാര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ ആർക്കിടെക്ട്സും തന്നെ ടച്ച് ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഡിസ്കഷൻ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അതായത് ആർക്കിടെക്ചർ ഡിസൈനിനെ പറ്റിയിട്ടുള്ള ഒരുപാട് മിസ്കൺസെപ്ഷൻസ് നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ഒരു അർബൻ ഏരിയയിലുള്ള ഒരു 3 സെന്റുള്ള ഒരു പ്ലോട്ടിനകത്ത് നമ്മളൊരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പ്രൈവസിക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് എക്സ്റ്റീരിയറിലേക്ക് ഒത്തിരി ഓപ്പൺ സ്പേസസ് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്ലയന്റിന്റെ റിക്വയർമെന്റ്, സൈറ്റ് കണ്ടീഷൻ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കൺസിഡർ ചെയ്തിട്ടാണ് ഓരോ ആർക്കിടെക്റ്റും അവരുടെ ഡിസൈൻ പ്രോസസ്സിലൂടെ പോകുന്നത്. അപ്പൊ ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഒരു പ്രോജക്റ്റ് കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അതിന്റെ ഒരു സൈറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ ബേസിക് ആയിട്ട് എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം ആ സൈറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇനീഷ്യൽ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു ഡാറ്റ വേണമല്ലോ. അപ്പൊ ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സൈറ്റ് എടുക്കുകയാണെങ്കിൽ ആ സൈറ്റിന്റെ നോർമൽ സൺ പാത്ത് എങ്ങനെയാണ് വരുന്നത്, വിൻഡിന്റെ ഒരു പാത്ത്, അതിന്റെ ഒരു പ്രിവെയിലിംഗ് വിൻഡ് ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്, അതിൽ എന്തൊക്കെ വെജിറ്റേഷൻസ് ആണ് ഉള്ളത്, ആ സൈറ്റിന്റെ ഒരു ടോപ്പോഗ്രഫി എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെ സൈറ്റിന്റെ സറൗണ്ടിങ്സിനെ പറ്റി സ്റ്റഡി ചെയ്യും. ഇപ്പൊ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണോ, ഇല്ലെങ്കിൽ ഏതൊക്കെ സൈഡ്സിൽ ബിൽഡിങ്സ് വരുന്നുണ്ട്, നമുക്കൊരു ഓപ്പൺ സ്പേസ്, നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു വ്യൂ കിട്ടുന്ന ഏരിയകൾ എന്തെങ്കിലും ചുറ്റുമുണ്ടോ, നമ്മുടെ പ്രൊജക്റ്റിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വ്യൂസോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സൈറ്റ് ആണോ, എങ്ങനെയാണ് നമ്മൾ ആ സൈറ്റിലേക്ക് ആക്സസ് ചെയ്യുന്നത്, എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ് നമുക്ക് ആ സൈറ്റിനോട് ചേർന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ ആ സൈറ്റിനെ കുറിച്ച് പഠിക്കാം. പിന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലയന്റിന്റെ ബഡ്ജറ്റും റിക്വയർമെന്റും. അതായത് 50 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉള്ള ഒരു ക്ലയന്റിന് നമ്മളൊരു 1 കോടി രൂപയിൽ തീരാത്ത ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആ ക്ലയന്റിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ക്ലയന്റിന്റെ റിക്വയർമെന്റിനെ പറ്റി പ്രോപ്പർ ആയിട്ട് സ്റ്റഡി ചെയ്യുക. അതിന് പലരും പല മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു റിക്വയർമെന്റ് ലിസ്റ്റ് ഉണ്ട്, അത് ക്ലയന്റുമായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ അതിൽ നമുക്ക് ഒരു സോളിഡ് ആയിട്ടൊരു ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടും. നമ്മൾ മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലയന്റിന്റെ പാർട്ടിയിൽ നിന്ന് നമ്മൾ കേൾക്കും. അപ്പൊ നമുക്ക് ഇതാണ് നമ്മളുടെ ഒരു ഇനീഷ്യൽ ഡിസൈനിനുള്ള നമ്മുടെ ഒരു ഇനീഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ആ സൈറ്റിനകത്ത് ഈ സ്പേസസിനെ പ്രോപ്പർ ആയിട്ടൊന്ന് സോൺ ചെയ്യണം. അതിന് ഇനീഷ്യൽ ഇൻഫർമേഷൻ ഒക്കെ ഗ്യാദർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സ്കെച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് ആ പ്ലാൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ബേസിക് ലേ ഔട്ട്, അല്ലെങ്കിൽ ഒരു സോണിങ് എന്നൊക്കെ പറയാം. പക്ഷെ അത് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് അറിയാലോ, ഇപ്പൊ ഒരു പ്ലോട്ട് ആണെങ്കിൽ അതിൽ സെറ്റ് ബാക്സിന്റെ കുറച്ച് റൂൾസും റെസ്ട്രിക്ഷൻസും ഒക്കെ കാണും. അതുപോലെ തന്നെ ഇപ്പൊ വാസ്തു നോക്കുന്ന ക്ലയൻസ് ആണെങ്കിൽ അതിന്റെ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ബിൽഡിംഗ് ഹൈറ്റിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ അത് കഴിയുമ്പോൾ ആ പ്ലോട്ടിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഏരിയ എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് കിട്ടിയ ആ ഒരു സ്പേസും ഈ ഡാറ്റയും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഇനീഷ്യൽ സോണിങ് പ്രിപ്പയർ ചെയ്യും. അതായത് നമ്മൾ ഓരോ ഡോർസ് എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെന്നോ, അല്ലെങ്കിൽ വിൻഡോസ് എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത്, വിൻഡോസിന്റെ സൈസ് എത്രയാണ്, കിച്ചന്റെ ക്യാബിനറ്റ്സ് എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതല്ല ഒരു ഇനീഷ്യൽ സ്കെച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഓരോ സ്പേസസ് നമ്മളുടെ മൈൻഡിൽ, നമ്മളുടെ ഒരു റിക്വയർമെന്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കുറെ സ്പേസസ് ഉണ്ടല്ലോ. അപ്പൊ ആ സ്പേസസിനെ ഈ സൈറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് എവിടെയൊക്കെ പൊസിഷൻ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു റഫ് ആയിട്ടുള്ള ഒരു സോണിങ് ആണ് നമ്മൾ ഇനീഷ്യലി ചെയ്യുന്നത്. അതായത് ഓരോ സ്പേസസ് ഇന്ന സ്ഥലത്ത് സോൺ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്നുള്ള ഒരു റഫ് പിക്ചർ. പിന്നെ അതിനെ ഡീറ്റെയിൽ ഔട്ട് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്നതാണ് നമ്മളുടെ ഈ ഒരു ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത്. അതിലേക്ക് എത്തുന്നത് ഒരു ലോങ് പ്രോസസ് ആണ്. കാരണം നമ്മൾ അതിനെ റിഫൈൻ ചെയ്ത് ഇനീഷ്യൽ സോണിങ് കഴിഞ്ഞു,
പിന്നെ ആ സ്പേസസ് തമ്മിൽ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റി ഡിസൈഡ് ചെയ്യണം. ഓരോ സ്പേസസിന്റെ ഫോം എങ്ങനെ വരണം. ഇപ്പൊ നമുക്ക് ഡബിൾ ഹൈറ്റ് ഉള്ള ഒരു ഏരിയ ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്കിപ്പോ കുറച്ച് പോർഷന്റെ സ്ലാബ് ഹൈറ്റ് നമ്മൾ താഴ്ന്നു കൊടുക്കുക, അങ്ങനെ അതിന്റെ ഒരു മാസ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു 3Dയിലുള്ള ഒരു വ്യൂവും കൂടി ഇനീഷ്യലി മൈൻഡിൽ ഒരു പിക്ചർ വെച്ചിട്ടാണ് ആർക്കിടെക്ട്സ് ഡിസൈൻ ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ ഫ്ലോർ പ്ലാനിൽ മാത്രം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്പേസ് എങ്ങനെയാ വരിക എന്നുള്ളത് ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതിന്റെ ഒരു 3D വ്യൂവില്, അതായത് എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഫോം വരാൻ പോണേ, അല്ലെങ്കിൽ ഓരോ സ്പേസും എങ്ങനെയാ വരിക എന്നുള്ളതിനെ കൂടി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ റൂംസും സ്പേസസും ഒക്കെ പൊസിഷൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്തത് ഓരോ സ്പേസസ് തമ്മിലുള്ള സോണിങ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കുക ആ സ്പേസസിന്റെ ഉള്ളിലുള്ള സർക്കുലേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു ബെഡ്റൂമിന്റെ കേസിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ബെഡ്റൂമിന്റെ കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് വേണ്ടത്. അപ്പൊ ആ സ്പേസസ് തമ്മിലുള്ള സർക്കുലേഷൻ എങ്ങനെയാണ്. ഇപ്പൊ കോട്ട് ഇന്ന സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ ഇന്ന കാര്യം, ഇപ്പൊ ഒരു വാർഡ്രോബ് ആണെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ആക്സസ് ചെയ്യും, നമുക്കത് ഓപ്പൺ ചെയ്യാൻ ഇത്ര സ്പേസ് വേണം, അപ്പൊ നമുക്ക് അതിലൂടെ മൂവ് ചെയ്യാൻ ഇത്ര സർക്കുലേഷൻ സ്പേസ് വേണം. ഇങ്ങനെ ഇതിനെ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ആണ് നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ഫ്ലോർ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് തരുമല്ലോ, ഫർണിച്ചർ ലേഔട്ട് ഒക്കെ ഇട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ. ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നത് ഈ ഒരു ലോങ് പ്രോസസ്സിലൂടെയാണ്. അതുപോലെ തന്നെ ആർക്കിടെക്ട്സിന്റെ ഡിസൈനിനെ ഡിഫറെന്റ് ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ ആ പ്രൊജക്റ്റിനെ ഡീറ്റെയിൽ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് നല്ല രീതിയിൽ കിട്ടുന്നുള്ളത് കൂടിയാണ്. കാരണം ആദ്യം നമ്മളൊരു ഫ്ലോർ പ്ലാൻ വെച്ചു, അത് ബേസ് ചെയ്ത് നമ്മൾ സ്ട്രക്ചർ ഫുള്ള് ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുമ്പോൾ ഓക്കെ ഇന്ന സ്ഥലത്ത് ഇന്ന പെയിന്റ് ഫിനിഷ് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഇനി ഒരു ഫർണിച്ചർ ഇടാം, അവിടെ ഒരു കോട്ട് ഇടാം, ഇങ്ങനെ ഡിസൈഡ് ചെയ്യുന്നതിന് പകരം ഇതെല്ലാം നമ്മൾ ഇനീഷ്യലി തന്നെ ഡിസൈഡ് ചെയ്ത് വന്ന് ഇതിന്റെ എല്ലാം ഡീറ്റെയിലുകൾ കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ ഓൾറെഡി എല്ലാ ഡാറ്റ ഉണ്ട്. അപ്പൊ ഇന്ന രീതിയിലാണ് ഓരോ സ്പേസസും ഫിനിഷ് ചെയ്യേണ്ടത് നമുക്ക് ഇനീഷ്യലി ഒരു പിക്ചർ ഉണ്ടായിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, നമ്മൾ എന്താണോ മനസ്സിൽ കരുതിയിട്ടുള്ളത്, ഇല്ലെ നമ്മളുടെ മൈൻഡിലുള്ള ഡിസൈൻ എന്താണോ അത് അതേപോലെ തന്നെ നമുക്ക് സൈറ്റിൽ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ആ ഒരു പാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എത്ര ഡീറ്റെയിൽ ചെയ്യുന്നോ അത്രത്തോളം നമ്മളുടെ ഈ ഒരു ഡിസൈൻ ഔട്ട്പുട്ട് നന്നായിട്ട് വരും എന്നുള്ളതാണ്. ഈ ഡീറ്റെയിൽ ചെയ്യാന്ന് പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒത്തിരി സെറ്റ് ഓഫ് ഡ്രോയിങ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു ഫ്ലോർ പ്ലാൻ മാത്രം വെച്ച് വേണമെങ്കിൽ ഒരു വീട് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു റെക്ടാങ്കിള് നമ്മൾ നോർമലി 4 റൂം തിരിച്ച് ഇങ്ങനെ ഒരു വീട് നമുക്ക് ആ ഫ്ലോർ പ്ലാൻ മാത്രം വെച്ച് വേണമെങ്കിൽ ഈ വീട് സൈറ്റിൽ ചെയ്യാം. അതേസമയം ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടെ നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യാനുള്ള ഡ്രോയിങ് മുതൽ അതിന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഫിനിഷിംഗ് ഡീറ്റെയിൽസ്, അതിന്റെ ഇന്റീരിയറിന്റെ എലിവേഷൻസ്, ഡീറ്റെയിൽ ഡ്രോയിങ്, അതുപോലെ 3D വിഷ്വൽസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ എക്സ്റ്റീരിയറിലെ ഫിനിഷസ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഫൈനലൈസ് ചെയ്തിട്ട് ഈ കാര്യം സൈറ്റിൽ ബിൽഡ് ചെയ്യുമ്പോൾ ശരിക്കും പ്രോസസ്സും ഭയങ്കര ഈസിയാണ്. കാരണം നമ്മുടെ കയ്യിൽ എല്ലാ ഡാറ്റ ഉണ്ടല്ലോ. ഈ എല്ലാ സെറ്റ് ഓഫ് ഡ്രോയിങ്സും വിഷ്വൽസും എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സംഭവം സൈറ്റിൽ ബിൽഡ് ചെയ്യാൻ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. അത് ശരിക്കും കുറച്ചുകൂടി ഈസി അല്ലേ. നമ്മളൊരു പ്ലാൻ മാത്രം വെച്ച് ഒരു വീട് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരുപാട് ബെറ്റർ ആണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഡീറ്റെയിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വരുന്ന ഔട്ട്പുട്ട് ഭയങ്കര അടിപൊളിയായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിൽ ഡീറ്റെയിൽ ഔട്ട് ചെയ്യുന്നത് കൂടിയാണ് ആർക്കിടെക്ട്സിന്റെ പ്രൊജക്ട്സിനെ മറ്റു പ്രൊജക്ടുകളിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും തന്നെ അതിലുള്ള ആ പ്ലാനിലെ ഓരോ സ്പേസസിനും എന്ത് ഫീലാണ് വരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ഇമോഷനാണ് ഫീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടൊരു ധാരണ ആർക്കിടെക്ട്സിന്റെ മൈൻഡിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഫ്ലോർ പ്ലാൻ വെറുതെ കയ്യിൽ കിട്ടുന്നതും അതേപോലെ ഈ ഡിസൈൻ പ്രോസസ്സിലൂടെ ഒക്കെ പോയ ഒരു ആർക്കിടെക്ട് അത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് തരുമ്പോഴും കിട്ടുന്ന ഒരു ഫീല്, ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൊജക്ടിനെ മനസ്സിലാക്കുന്ന രീതി എൻറ്റയർലി ഡിഫറെന്റ് ആവുന്നത് അതുകൊണ്ടാണ്. കാരണം നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫ്ലോർ പ്ലാൻ കാണുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റിന് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴായിരിക്കും മിക്കവാറും ആ ഓരോ സ്പേസസിന്റെ ഒരു ബ്യൂട്ടി, ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷനാലിറ്റിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഒരു നോർമൽ ഡിസൈൻ പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഓരോ സൈറ്റിലേക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ഓരോ ക്ലയന്റിന് വേണ്ടിയും
ചെയ്യുന്ന ഡിസൈൻസ് എല്ലാം യുണീക്ക് ആവുന്നത്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു സൈറ്റിലേക്ക് ചെയ്ത പ്ലാൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഏരിയയുള്ള ഏത് 10 സൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. പക്ഷെ അതിൽ നിന്നും ഈ കാര്യങ്ങളെയൊക്കെ ഡിഫറെന്റ് ആക്കുന്നത് ശരിക്കും ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിലൂടെ ഉള്ള ഒരു ഡിസൈനിങ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാൻ പേപ്പറിൽ വരയ്ക്കുന്നതിനേക്കാൾ ഉപരി ഓരോ സ്പേസസിനെയുമാണ് ആർക്കിടെക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ സൈറ്റിന് വേണ്ടി ഇല്ലെങ്കിൽ ഓരോ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്ലാനുകളും യുണീക്ക് ആവുന്നത്. ഈ ഡിസൈൻ പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഒത്തിരി മിസ്കൺസെപ്ഷൻസ് മാറാൻ ഈ ചെറിയ വീഡിയോ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റു വീഡിയോസിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.